എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സറോഗേറ്റ് അഡ്വർടൈസിംഗിനെ കുറിച്ചാണ്. സറോഗേറ്റ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് അഡ്വർടൈസിംഗ് മെത്തേഡ് ആണ്. സിമ്പിളായി പറഞ്ഞാൽ ഗവൺമെന്റ് ഡയറക്റ്റ് ആയി പ്രൊമോട്ട് ചെയ്യാൻ അലൗ ചെയ്യാത്ത പ്രോഡക്ട്സ് പോലെ ആൽക്കഹോൾ, സിഗരറ്റ്സ്, ടൊബാക്കോ പ്രോഡക്ട്സ് ഇവയെ കമ്പനി വേറൊരു പ്രോഡക്റ്റിന്റെ പേര് യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നതാണ് സറോഗേറ്റ് അഡ്വർടൈസിംഗ്. ഉദാഹരണത്തിന് ഒരു ആൽക്കഹോൾ ബ്രാൻഡ് ഡയറക്റ്റ് ടിവിയിൽ കാണിക്കാൻ പറ്റില്ല. പക്ഷെ അതേ ബ്രാൻഡ് നെയിം യൂസ് ചെയ്ത് സോഡ, മ്യൂസിക് സീരീസ്, ബോട്ടിൽ വാട്ടർ, ഇവന്റ്സ് ഇല്ലെങ്കിൽ സ്പോർട്സ് സ്പോൺസർഷിപ്പ് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ആളുകളുടെ മൈൻഡിൽ ആ ഒറിജിനൽ ആൽക്കഹോൾ ബ്രാൻഡ് തന്നെ വരും. ഇതാണ് സറോഗേറ്റ് അഡ്വർടൈസിംഗിന്റെ മെയിൻ ഐഡിയ. ഇന്ത്യയിൽ ഇത് വളരെ കോമൺ ആണ്. ക്രിക്കറ്റ് മാച്ചസ്, കോൺസേർട്സ്, അവാർഡ് ഷോസ് ഒക്കെ സ്പോൺസർ ചെയ്യുമ്പോൾ ബ്രാൻഡ് നെയിം വലിയ ലെറ്റേഴ്സിൽ കാണിക്കും. ടെക്നിക്കലി അവർ ബോട്ടിൽ വാട്ടർ അല്ലെങ്കിൽ സോഡ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ ഓഡിയൻസിന് അറിയാം ഇത് ഒറിജിനൽ ആൽക്കഹോൾ ബ്രാൻഡിന്റെ പ്രൊമോഷൻ ആണെന്ന്. കമ്പനി സറോഗേറ്റ് അഡ്വർടൈസിംഗ് യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ ആണ് ബ്രാൻഡ് റീകോൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന്. ഡയറക്റ്റ് ആഡ് ബാൻ ഉണ്ടെങ്കിലും ജനങ്ങൾ ബ്രാൻഡ് മറക്കാതിരിക്കുകയാണ് അവരുടെ മെയിൻ ഗോൾ. അതുകൊണ്ട് തന്നെ അവർ കളർ, ലോഗോ, ടാഗ് ലൈൻ, മ്യൂസിക് എല്ലാം സെയിം സ്റ്റൈലിൽ യൂസ് ചെയ്യും. ഓഡിയൻസിന് ഈസിലി ആ ബ്രാൻഡ് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിന് പോസിറ്റീവും നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് സൈഡിൽ നോക്കിയാൽ കമ്പനീസിന് മാർക്കറ്റിൽ പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. കോമ്പറ്റീഷൻ കൂടിയ മാർക്കറ്റിൽ ബ്രാൻഡ് വിസിബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ബിസിനസ്സസ് ഇത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയി കാണുന്നു. പക്ഷെ നെഗറ്റീവ് സൈഡ് വളരെ സീരിയസ് ആണ്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഡയറക്റ്റ് ആൽക്കഹോൾ അല്ലെങ്കിൽ ടൊബാക്കോ കാണിക്കുന്നില്ലെങ്കിലും റിപ്പീറ്റഡ് എക്സ്പോജർ കൊണ്ട് ആ ബ്രാൻഡ് നോർമലായി തോന്നാൻ സ്റ്റാർട്ട് ചെയ്യും. അത് ഹെൽത്ത് റിലേറ്റഡ് ബാഡ് ഹാബിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു. അതിനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടെന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. ഗവൺമെന്റും അഡ്വർടൈസിംഗ് കൗൺസിൽസും ഇത് കൺട്രോൾ ചെയ്യാൻ റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ASCI അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ മിസ്ലീഡിംഗ് സറോഗേറ്റ് ആഡ് അഗൈൻസ്റ്റ് ആക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ കമ്പനീസ് ക്ലേവർ ഈ ലൂപ്പ് ഹോൾസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്യാൻ കഷ്ടമാണ്. ഡിജിറ്റൽ മീഡിയ വന്നതിന് ശേഷം സറോഗേറ്റ് അഡ്വർടൈസിംഗ് വേറെ ലെവലിൽ എത്തിക്കുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഇവന്റ് സ്പോൺസർഷിപ്പ്, യൂട്യൂബ് പ്രൊമോഷൻ, ഓൺലൈൻ ക്യാമ്പയിൻസ് ഇവയിലൂടെ ബ്രാൻഡ്സ് ഇൻഡയറക്റ്റ് പ്രൊമോഷൻ നടത്തുന്നു. അതുകൊണ്ട് ഓഡിയൻസിന് റിയൽ അഡ്വർടൈസ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടാകും. ഫൈനലി പറഞ്ഞാൽ സറോഗേറ്റ് അഡ്വർടൈസിംഗ് എന്നത് ഡയറക്റ്റ് അഡ്വർടൈസിംഗ് റെസ്ട്രിക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ കമ്പനീസ് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഇത് ബിസിനസ്സിന് ഹെൽപ്ഫുൾ ആണെങ്കിലും സൊസൈറ്റിയിൽ എസ്പെഷ്യലി യൂത്തിന്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഇതിന് കുറച്ച് അവയർനെസ് ഉണ്ടായിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.